ഹായ് വെൽക്കം ബാക്ക് ടു ഏജ് എഡ്യൂക്കേഷൻ കമ്പനി. നമ്മളിന്ന് പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. കെമിസ്ട്രിയിൽ NCERT +1 +2 ടോപ്പിക് എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ അടുത്ത് ഫയറിന്റെ എക്സാമിന് +1 +2 ഒരു ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 120ാമത്തെ എലമെന്റിന്റെ പേരെന്താണ്? 120ാമത്തെ എലമെന്റിന്റെ പേരെന്താണ്? അപ്പൊ അതെങ്ങനെയാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയാം. അതായത് ഓരോ എലമെന്റ്സും പല രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടുപിടിക്കുക. പല വൻകരകളിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഇടാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂറോപ്പിയ, അപ്പൊ യൂറോപ്പിലാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഇടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അത് കൂടിയപ്പോ IUPACക്ക് തോന്നി ഇനിയിപ്പോ ഇങ്ങനെ വേണ്ട, 100 തൊട്ടിട്ടുള്ള എലമെന്റ് ഇപ്പൊ കണ്ടുപിടിച്ചവർ അങ്ങനെ ഇരിക്കട്ടെ, ചിലപ്പോൾ നമ്മൾ ചില എലമെന്റ്സ് ഒക്കെ ചില സയന്റിസ്റ്റുകളുടെ പേര് അപ്പൊ അങ്ങനെ കിട്ടു തുടങ്ങി. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് IUPAC കൊണ്ടുവന്നൊരു നിയമമാണ് 100ന് ശേഷമുള്ള എല്ലാ എലമെന്റ്സിനും ഒരു പർട്ടിക്കുലർ റൂൾ വെച്ചിട്ട് പേരിട്ടാൽ മതി. ആര് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. പിന്നെ എലമെന്റ് ആവണമെങ്കിൽ IUPAC പറയണം, നെയിം ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എവിടെ വന്നിട്ടുണ്ടായിരുന്നത്? ഫയറിന്റെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. പല കുട്ടികൾക്ക് അത് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അത് +1 +2 ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പഠിക്കില്ല എന്ന് വിചാരിക്കേണ്ട. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളോ 10ാം ക്ലാസ് ലെവലാക്കി തരാം. ഓക്കെ, അപ്പോ എന്താ നമുക്ക് നോക്കാം. ആദ്യം ഒരു കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. ഈസിയാണ്. അതായത് 0 എന്ന് പറഞ്ഞാൽ നില്ല്, 1 എന്ന് പറഞ്ഞാൽ അൺ, 2 എന്ന് പറഞ്ഞാൽ ബൈ. നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി ഓർഗാനിക് കെമിസ്ട്രിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അതിനെ പേരിടാൻ വേണ്ടിയിട്ട് ട്രൈ, പെന്റ്, ഹെക്സോ, ഒക്റ്റ് എന്നൊക്കെ. അതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ ട്രൈ, 4 എന്ന് പറഞ്ഞാൽ ക്വാഡ്, 5 പെന്റ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്റ്റ്, 9 എൻ. അവിടെ 9 ഓർഗാനിക്കിൽ 9 നണ്ണായിരുന്നു, ഇവിടെ N. ഓക്കെ, 9 വരെയുള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പൊ 100 എന്ന് പറയുന്ന എലമെന്റിന്റെ IUPAC നെയിം എന്തായിരിക്കും? 100 എന്ന് പറയുന്ന എലമെന്റിന്റെ IUPAC നെയിം എന്തായിരിക്കും? ഈ ബോക്സ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങളും, അതായത് 1, 0, 0 ഇവർക്ക് ഇവരുടെ പേരുകൾ എന്താണോ അത് പഠിക്കരുത്, എഴുതിയാൽ മതി. നോക്കാം. 1 എന്ന് പറഞ്ഞാല് അണ്ണാണ്, അണ്ണ് എഴുതി. 0 എന്ന് പറഞ്ഞാൽ നില്ലാണ്, നില്ല് എഴുതി. പിന്നെയും 0 ആണ്, അപ്പൊ നില്ല് എഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ IUM കഴിഞ്ഞു. ഇത്രയുള്ള ഒരു IUPAC നെയിം. ഓക്കെ, അപ്പൊ എന്തായി? ആർക്കും ഒരു വിഷമമില്ല, ആർക്കും പരിഭവമില്ല. ഇനി 101. 1 എന്ന് പറഞ്ഞാൽ അണ്ണാണ്, 0 നില്ലാണ്, 1 അണ്ണാണ്. പിന്നെന്ത് എഴുതി? ഫുൾ സ്റ്റോപ്പ് പോലെ IUM. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാല് ഇത് ഒരു ഷോർട്ട് ഫോം ആണ്. അതായത് ഷോർട്ട് ആയിട്ടുള്ള പേര്. ഇപ്പൊ നമ്മള് ഫാത്തിമേനെ പാത്തു എന്ന് വിളിക്കില്ലേ, അതുപോലെ ഒരു വീട്ടിൽ വിളിക്കുന്ന പേരെന്ന് ആലോചിച്ചാൽ മതി. അതായത് ഈ എഴുതിയിട്ടുള്ള, അതായത് IUMന്റെ വേണ്ട, ബാക്കിയുള്ള ഈ നമ്പേഴ്സിന്റെ ഈ നെയിമുകളുടെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്ത് എഴുതുക. എന്ന് പറയുമ്പോൾ U, നിൽ എന്ന് പറയുമ്പോൾ N, നിൽ എന്ന് പറയുമ്പോൾ N. ഓക്കെ, അപ്പൊ UNN ആണ് അതിന്റെ ഷോർട്ട് ഫോം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് 101 ആണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി അതിന്റെ സ്റ്റാർട്ടിങ് മാത്രം എടുത്ത് എഴുതുക. IUMന്റെ സ്റ്റാർട്ടിങ് വേണ്ട. അപ്പൊ UNU കിട്ടിയില്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. അതായത് എഴുതുമ്പോ എല്ലാം ഒരുമിച്ച് എഴുതുക. ഇടയിൽ എന്ത് വേണ്ട? ഹൈഫൺ വേണ്ട, കോമ വേണ്ട, ഗ്യാപ്പ് വേണ്ട. ഒക്കെ ഒരുമിച്ച് കട്ട കുത്തിക്കൊണ്ട് എഴുതുക. ഒരു പേടിയും പേടിക്കേണ്ട, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് 102 ആണ്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിത് എഴുതി, 1ന് അണ്ണ് എഴുതി, 0ന്റെ നില്ല് എഴുതി, 2ന്റെ ബൈ എഴുതി. ഈ ബൈയും IUMന്റെ ഐയും കൂടിയിട്ട് ഫേസ് ടു ഫേസ് വരും. അതായത് ബൈക്ക് ഒരു ഐയും IUMന് ഒരു ഐയും ഉണ്ടാവും. അങ്ങനെ ഐകൾ മാത്രം, ഐയുടെ കേസിൽ മാത്രം എന്ത് ചെയ്യുക? ഐയുടെ കേസിൽ മാത്രം 2 ഐ മാറ്റിയിട്ട് ഒറ്റ ഐ ആക്കുക. ഓക്കെ, അപ്പോൾ IUM എഴുതുന്നത് ഷോർട്ട് ഫോം ആക്കുമ്പോൾ UNB. അപ്പൊ ഇനി അടുത്തത് 103ന്റെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ആലോചിക്കാന്നുള്ളൂ. 1 എന്ന് പറഞ്ഞാൽ അണ്ണ്, 0 എന്ന് പറഞ്ഞാൽ നില്ല്, 3 എന്ന് പറഞ്ഞാൽ ട്രൈ, IUM. ട്രൈയുടെ ഐയും IUMന്റെ ഐയും കൂടി ഒരുമിച്ച് വന്നു. അപ്പോൾ ഒരു ഐ എഴുതിയാൽ മതി. പിന്നെ ഐയുടെ കേസിൽ മാത്രമാണ് എന്തുള്ളൂ? ഈ 2 ഐ വരുമ്പോൾ ക്യാൻസൽ ചെയ്യുള്ളൂ. വേറെ എന്നിലോ വേറെ ഒരു ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണില്ല? ക്യാൻസൽ ചെയ്യണില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട. ഐയുടെ മാത്രം 2 ഐ ഫേസ് ടു ഫേസ് വന്നാൽ ഒരു ഐ ആക്കുക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 120 നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക.
എന്നിട്ട് കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇത്രയുള്ള PSC ഇടക്കിടക്ക് അവരുടെ നയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇനിയുള്ള 10th ലെവൽ എക്സാംസിനൊക്കെ നമ്മുടെ +1 +2 ഡിഗ്രിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനനുസരിച്ച് മാറാൻ പഠിക്കണം. എന്നാലാണ് നമുക്ക് ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫീൽഡ് ഔട്ട് ആയി പോകും. അപ്പോൾ താങ്ക് യു. നന്നായി പഠിക്കുക, ഫോളോ ചെയ്യുക.